അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാന കാലത്ത് ആവിർഭവിക്കുന്ന യുഗപ്രഭാവനായ ഒരാത്മീയ പരിഷ്കർത്താവിനെക്കുറിച്ച് വിവിധ മതഗ്രന്ഥങ്ങളിൽ നമുക്ക് പ്രവചനം കാണാൻ സാധിക്കും. അവസാന കാലഘട്ടം എന്നൊരു കാലഘട്ടം എല്ലാ മതങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അവസാന കാലഘട്ടത്തിൽ ഒരാത്മീയ പരിഷ്കർത്താവിൻ്റെ ആഗമനമുണ്ടാകും, ഒരാവിർഭാവമുണ്ടാകും എന്ന് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇമാം മഹദിയുടെ ആഗമനം ഉണ്ടാകും എന്നും ഇമാം മഹദിയെ സംബന്ധിച്ച് അദ്ദേഹം ഇസ്ലാമിനെ പരിഷ്കരിക്കുകയും ഇസ്ലാമിന് മറ്റ് മതങ്ങളുടെ മേൽ ഇസ്ലാമിൻ്റെ വിജയം ഉണ്ടാക്കുകയും ചെയ്യും എന്നെല്ലാമുള്ള പ്രവചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ ആവിർഭവിക്കുന്ന ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളാണ് ആകാശത്തിലും ഭൂമിയിലും കാണിക്കുക, ഇല്ലെങ്കിൽ ആ വരാനിരിക്കുന്ന ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടി വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ പ്രവചനങ്ങളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നെല്ലാം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു പ്രവചനം അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടയാളമായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരേ റമളാൻ മാസത്തിൽ സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കും എന്നുള്ളതാണ്. ഇന്ന് ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കി വിശുദ്ധ ഖുർആൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറ അൽ ഖിയാമയിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു വചനമാണ് വഖസഫൽ ഖമറു വജുമിഅ ശംസു വൽ ഖമർ യഖൂലുൽ ഇൻസാനു യൗമഇദിൻ ഐനൽ മഫർ. അതായത് അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഇമാം മഹദിക്ക് ഒരേ റമളാൻ മാസത്തിൽ സൂര്യചന്ദ്രഗ്രഹണം സംഭവിക്കും അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് അടയാളം എന്നോണം എന്ന് പറയുമ്പോൾ ഇത് ഹദീസ് ഗ്രന്ഥത്തിൽ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത്, മറിച്ച് മുസ്ലിങ്ങളുടെ പ്രഥമ പ്രാമാണിക ഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പ്രവചനം കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ പാരായണം ചെയ്ത ഈ വചനത്തിൽ അല്ലാഹു പറയുന്നു, ചന്ദ്രന് ഗ്രഹണമുണ്ടാവുകയും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്താൽ ആ നാളിൽ ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലം എവിടെയാണെന്ന് മനുഷ്യൻ ചോദിക്കും. അപ്പോൾ ഇതൊരു സുപ്രധാന പ്രവചനമാണ്. അവസാന കാലം ഇമാം മഹദി അലൈഹിസ്സലാമയുടെ ആഗമനത്തിൻ്റെ അടയാളമായി ഒരു റമളാൻ മാസത്തിൽ നിശ്ചിത തീയതികളിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ ഉണ്ടാകുമെന്ന് ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹിജറാബ്ദം 1311 അതായത് ക്രിസ്താബ്ദം 1894 മഹത്തായ ഈ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നതിന് ചരിത്രം സാക്ഷിയാണ്. ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ മഹദിയുടെ പ്രബലമായിട്ടുള്ള അടയാളമായിക്കൊണ്ട് പറഞ്ഞ പ്രവചനങ്ങളിൽ ഒന്ന് സൂര്യചന്ദ്രന് ഗ്രഹണം സംഭവിക്കും എന്നുള്ളതാണ്. ഇത് നമുക്ക് സുനൻ ദാറുഖുത്നിയിൽ ഈ ഒരു വചനം കാണാൻ വേണ്ടി സാധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദ്റത്ത് ഇമാം മുഹമ്മദ് ബാക്കിർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ്, അത് ആധികാരിക ഹദീസ് പണ്ഡിതനായ അലി ഇബ്നു ഉമർ അൽ ബഗ്ദാദി അദ്ദാറുഖുത്നി ഹിജറ 306 ജനിക്കുകയും 385 വഫാത്താവുകയും ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വചനം ഇപ്രകാരമാണ്: ഇന്ന ലി മഹദീന ആയത്തൈനി ലം തകൂന മുൻസു ഖൽഖിസ് സമാവാതി വൽ അർള് യൻകസിഫുൽ ഖമറു ലി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ വ തൻകസിഫു ഷംസു ഫിൻ നിസ്ഫു മിൻഹു
വലം തക്കൂന മുൻസു ഖൽഖല്ലാഹു സമാവാതി വൽ അർള്. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നമ്മുടെ മഹദിക്ക് 2 അടയാളങ്ങളുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇത്തരം അടയാളം ഉണ്ടായിട്ടില്ല. അതായത് റമദാൻ മാസത്തിൽ റമദാനിൽ ആദ്യ രാവിൽ ചന്ദ്രഗ്രഹണവും ചന്ദ്രഗ്രഹണം സംഭവിക്കാവുന്ന രാവുകളിലെ ആദ്യ രാത്രി, അതായത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന രാത്രികൾ എന്ന് പറയുന്നത് 13, 14, 15 എന്നീ തീയതികളാണ്. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ അവ്വലി ലൈലത്തി മിൻ റമദാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നു. അപ്പോൾ ഈ അവ്വലി ലൈലത്തി മിൻ റമദാൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള രാത്രിയാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കേണ്ടത്. അതുപോലെ തന്നെ റമദാനിലെ മധ്യദിനത്തിൽ സൂര്യഗ്രഹണവും സംഭവിക്കും എന്ന ഒരു പ്രവചനമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളത്. അപ്പോൾ സൂര്യഗ്രഹണം സംഭവിക്കാവുന്ന ദിനങ്ങളിലെ മധ്യ ദിനത്തിലായിരിക്കും ആ സൂര്യന് ഗ്രഹണം സംഭവിക്കുക. ഇത് ഞാൻ പറഞ്ഞതുപോലെ സുനൻ ദാറഖുത്നിയിലുള്ള ഹദീസാണ്. അതിൻ്റെ 1-ാമത്തെ വാള്യത്തിൽ 188-ാമത്തെ പേജിൽ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് മുസ്ലിം ലോകത്തെ സംബന്ധിച്ച്, മുസ്ലിം പണ്ഡിതന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ എല്ലാവരും തന്നെ ഒരേപോലെ അംഗീകരിച്ച ഒരു ഹദീസാണ്. ഇമാം മഹദിയുടെ ആവിർഭാവം ഉണ്ടാകുമെന്നും ആ മഹാത്മാവിൻ്റെ സത്യസാക്ഷ്യമെന്നോണം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു അടയാളം ആകാശത്ത് ദൃശ്യമാകുമെന്നും പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ പ്രവചനത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ എഴുതിയതായി കാണാൻ സാധിക്കുന്നു. അതിൽ സമയ കുറവ് മൂലം 1-2 ഉദാഹരണങ്ങൾ മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പാകെ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അടയാളം വിവരിച്ച ഹദീസ് സുന്നികളുടെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയും ഹദീസ് ശേഖരത്തിൽ ഉൾപ്പെട്ടതാണ്. ഹിജറ 560 നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് ജീവിച്ച ഒരു വലിയായ ഹസരത്ത് ഷേഖ് നിയമത്തുള്ള വലി അദ്ദേഹം ഇപ്രകാരം എഴുതുകയുണ്ടായി: അവൻ കാലത്തിൻ്റെ മഹദിയും ഈസയുമായിരിക്കും. 2 ഗുണങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനായി ഞാനവനെ കാണുന്നു. സൂര്യ ചന്ദ്രന്മാരുടെ പ്രകാശം മങ്ങിപ്പോയതായും ഞാൻ കാണുന്നു. മുസ്ലിഹ് ആഖിറുസ്സമാൻ, അതായത് ആ അവസാന കാലത്തെ പരിഷ്കർത്താവ് എന്ന ഗ്രന്ഥത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. മൗലവി ബഷീർ അഹമ്മദ് ദഹൽവിയാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഹ്ലെ ഹദീസ് പണ്ഡിതനായ മൗലാന ഹാഫിദ് മുഹമ്മദ് ബിൻ മൗലാന ബാറക്കല്ല ലഖോക്കെ അദ്ദേഹം അഹ്വാലുൽ ആഖിറ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതുന്നു: ഈ വചനങ്ങളിലെ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ റമദാനിലെ 13, 27 ദിവസങ്ങളിലാണ് സംഭവിക്കുക എന്ന് സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിൽക്കാലത്ത് ഹദീസിൻ്റെയും പ്രകൃതി നിയമങ്ങളുടെയും വെളിച്ചത്തിൽ ഗ്രഹണത്തിൻ്റെ യഥാർത്ഥ തീയതികൾ റമദാൻ 13-നും 28-നുമാണ് എന്ന് വിശദീകരിക്കപ്പെടുന്നതാണ്. ഗ്രഹണത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ പുനരുദ്ധാന കാലത്തിൻ്റെ സമാഗമനം കുറിക്കുന്ന അതിപ്രധാന അടയാളങ്ങളായി വിശുദ്ധ ഖുർആനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൂറ ഖിയാമയിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഫത്വ ഹദീസിയ ഹാഫിദ് ഇബ്നു ഹജർ മക്കി അല്ലാമ ഷേഖ് അഹമ്മദ് ഷിഹാബുദ്ദീൻ ഹിജ്റുൽ ഹൈഷമി അദ്ദേഹം ഈ കാര്യത്തെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഹ്വാലുൽ ആഖിറ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലുള്ള ഉദ്ധരണി ഞാൻ കേൾപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് അദ്ദേഹം തൻ്റെ ഹുജജുൽ കിറാമ എന്ന ഗ്രന്ഥത്തിൽ ഈ സൂര്യചന്ദ്ര ഗ്രഹണത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഖിയാമത്ത് നാമ എന്ന ഗ്രന്ഥത്തിൽ അലാമത്തെ ഖിയാമത്തിൻ്റെ അടയാളങ്ങൾ എന്ന പേരിൽ ഹസ്രത്ത് ഷറഫുദ്ദീൻ മുഹദ്ദസ് ദഹ്ലവി ഈ കാര്യം സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. മക്തൂബാത്തെ ഇമാം റബ്ബാനിയിൽ മുജദ്ദിദ് അൽഫസാനിയുടെ വിശദീകരണം നമുക്ക് ഇതിനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇമാം മഹദിയുടെ ആവിർഭാവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി
അള്ളാഹു പ്രകടമാക്കുന്ന ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരെല്ലാവരും തന്നെ അംഗീകരിക്കുകയും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ഹദീസാണ് ഈ ഹദീസ്. ഇത് നമുക്ക് പൂർവിക വേദങ്ങളിലും, അതായത് ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നു. അതായത് ബൈബിളിൽ പുതിയ നിയമത്തിൽ യേശു തൻ്റെ രണ്ടാം വരവിൻ്റെ അടയാളങ്ങൾ വിവരിക്കുന്നത് കാണുക. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. മത്തായി 24:29 വചനമാണ് ഞാനിപ്പോൾ കേൾപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് വേദഗ്രന്ഥങ്ങളിലും എല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി അകറ്റുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ഹദീസ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തെളിവായി ഉദ്ധരിക്കുമ്പോൾ അതിൻ്റെ ഈ വചനത്തിൽ, ഹദീസിൻ്റെ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ എന്ന് പറഞ്ഞ കാര്യത്തിൽ, അതായത് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്ന രാവുകളിൽ 13, 14, 15 രാവുകളാണ് അതിനുള്ള നിശ്ചിതമായിട്ടുള്ള സമയം എന്ന് പറയുകയുണ്ടായി. അതിൽ 13ാമത്തെ രാവിലാണ് ചന്ദ്രന് ഗ്രഹണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം സംഭവിക്കുന്ന തീയതികളിൽ മധ്യദിനത്തിലായിരിക്കും സൂര്യന് ഗ്രഹണം ഉണ്ടാവുക എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇത് റമളാനിലെ തുടക്കത്തിലും അതുപോലെ തന്നെ റമളാൻ മാസത്തിലെ മധ്യദിനത്തിലുമാണ് ഇത് സംഭവിക്കേണ്ടത്. എന്നാൽ ഇത് സംഭവിച്ചില്ല എന്ന രീതിയിൽ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ആക്ഷേപങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഹദീസിൻ്റെ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, സൂര്യചന്ദ്ര ഗ്രഹണത്തിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതായിട്ടുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിലെ തുടക്ക ദിനത്തിലും അതുപോലെ തുടക്ക രാത്രിയിലും അതുപോലെ തന്നെ മധ്യദിനത്തിലുമാണ് ഈ സൂര്യചന്ദ്രഗ്രഹണം സംഭവിക്കേണ്ടത് എന്നുകൂടി ഇത്തരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഹദീസ് ഇമാം മഹദിയുടെ തെളിവിന് വേണ്ടി നമ്മൾ ഉദ്ധരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം സ്നേഹത്തോടു കൂടി തൻ്റെ മഹദിക്ക് ഉണ്ടാകുന്ന അടയാളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ മഹദിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നതായി കാണാം. അപ്പോൾ 2 അടയാളങ്ങളുണ്ട്. ഈ 2 അടയാളങ്ങൾ അവ ആകാശഭൂമികൾ ഉണ്ടായിരുന്ന ശേഷം ഉണ്ടായിട്ടില്ലാത്തതാണ്. അതായത് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഇതിനു മുമ്പ് ഒരിക്കലും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അതായത് ചന്ദ്രഗ്രഹണം അതിൻ്റെ ആദ്യ രാത്രിയിലും സൂര്യഗ്രഹണം അതിൻ്റെ മധ്യപകലിലും ഒരേ റമളാൻ മാസത്തിൽ സംഭവിക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. സൂര്യചന്ദ്രഗ്രഹണങ്ങൾ പലപ്പോഴായി സംഭവിക്കുന്നു. ഇനി റമളാൻ മാസത്തിൽ തന്നെ ഇനി ഭാവിയിലും സംഭവിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് 2027 ഇത്തരത്തിൽ റമളാൻ മാസത്തിൽ ഒരു സൂര്യചന്ദ്രഗ്രഹണം സംഭവിക്കാൻ പോകുന്നു. അപ്പോഴത്തേക്കും അള്ളാഹു മഹദി ഇമാമിനെ നിയോഗിച്ചയക്കും എന്നൊക്കെയുള്ള പല സന്ദേശങ്ങളും ടെക്സ്റ്റ് മെസ്സേജുകളുമൊക്കെ തന്നെ അത് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നതായി നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഈ പ്രവചനത്തിൽ, ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അടിസ്ഥാനപരമായും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രവചനത്തിന് 5 ഉപാധികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 5 ഉപാധികളും ഈ കാലഘട്ടത്തിൽ ദൈവനിയോഗിതനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പ്രവചനപ്രകാരം ഈ കാലഘട്ടത്തിൽ ഞാൻ ഇസ്ലാമിൻ്റെ മങ്ങിപ്പോയ ശോഭയെ വീണ്ടെടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പരിഷ്കരണാർത്ഥം, അല്ലെങ്കിൽ സർവ്വമതങ്ങളുടെയും പരിഷ്കരണാർത്ഥം ഈ ലോകത്തേക്ക് വന്നിട്ടുള്ള ഒരു പരിഷ്കർത്താവാണ് എന്ന് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യസ്ഥാപകർ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം വാദം പുറപ്പെടുവിക്കുമ്പോൾ ഈ 5 ഉപാധികൾ അദ്ദേഹത്തിൽ പുലരുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ള 5 ഉപാധികൾ എന്ന് പറയുന്നത്, 1 ചന്ദ്രഗ്രഹണം അതിൻ്റെ നിശ്ചിത കാലത്തിൻ്റെ ആദ്യ ദിവസ രാവിൽ തന്നെ സംഭവിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം അതിൻ്റെ നിയത കാലത്തിൻ്റെ മധ്യദിനത്തിൻ്റെ പകലിൽ തന്നെ സംഭവിക്കണം എന്നുള്ളതാണ്. 3 നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 ഗ്രഹണങ്ങളും സംഭവിക്കേണ്ടത് ഒരേ റമളാൻ മാസത്തിലാണ്.
നാലാമത്, ഒരു വാദിയുടെ സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആകാശത്തിൽ സൂര്യചന്ദ്രഗ്രഹണം ഉണ്ടാവുക, എന്നാൽ ഇമാം മഹദിയാണ് എന്ന് വാദിക്കുന്ന ഒരാൾ ഇവിടെ ഇല്ല എങ്കിൽ പിന്നെ അതിന് പ്രസക്തി ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നാ ലി മഹദീനായത്തൈനി, നമ്മുടെ മഹദിക്ക് അദ്ദേഹത്തിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി 2 അടയാളങ്ങൾ അള്ളാഹു പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സൂര്യചന്ദ്ര ഗ്രഹണം സംഭവിക്കുന്ന സമയത്ത് താൻ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഇമാം മഹദിയാണ് എന്ന വാദം ഉന്നയിക്കുന്ന ആരെങ്കിലും ഈ ഭൂലോകത്ത് ഉണ്ടാകണം, അദ്ദേഹം വാദം പുറപ്പെടുവിക്കണം എന്നുള്ളത് കൂടി വളരെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കൂടിയാണ്. അപ്പോൾ വാദിയുടെ പ്രദേശത്ത് പ്രത്യക്ഷപ്പെടുകയും ജനങ്ങൾക്ക് അത് കാണാൻ സാധിക്കുകയും കൂടി വേണം. താൻ ദൈവനിയോഗിതനാണ് എന്ന് ജനങ്ങളോട് ഇത്തരത്തിലുള്ളൊരു വാദം പുറപ്പെടുവിക്കുമ്പോൾ തൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ളൊരു അടയാളം ആകാശത്തിൽ പ്രകടമാകുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കെ അദ്ദേഹം ഇത്തരത്തിലുള്ള വാദം പുറപ്പെടുവിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ, ഇത് കേൾക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ളൊരു ദൃഷ്ടാന്തം ആകാശത്തിൽ കാണുക കൂടി വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപാധികളെല്ലാം പൂർത്തിയായിക്കൊണ്ട് ചന്ദ്രഗ്രഹണം 1894 മാർച്ച് 21-ന്, അതായത് ഹിജറ 1311 റമദാൻ 13-ന് വ്യാഴാഴ്ച ഖാദിയാനിലും മറ്റു സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറയുന്ന സ്ഥലത്ത് ഖാദിയാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഭൂജാതനാകുന്നത്. ഇവിടെ വെച്ചാണ് അദ്ദേഹം താൻ മഹദിയാണ് എന്നുള്ള വാദം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സൂര്യഗ്രഹണം 1894 ഏപ്രിൽ 6-ാം തീയതി, നമ്മൾ ഹിജറ വർഷം നോക്കുകയാണെങ്കിൽ 1311 റമദാൻ 28 വെള്ളിയാഴ്ച പകൽ സംഭവിച്ച് ഖാദിയാനിലും മറ്റു സ്ഥലങ്ങളിലും ഈ പ്രവചനം ദൃശ്യമായി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ കോഴിക്കോട് ഈ ഗ്രഹണങ്ങൾ ദർശിച്ചതായി 1894 മലയാളം പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബേസൽ മിഷൻ ബുക്ക്, അതുപോലെ തന്നെ ട്രാക്ക് ഡെപ്പോസിറ്ററി മാംഗ്ലൂരാണ്. 1894 മാർച്ച് 21-ാം തീയതി റമദാൻ 13-ന് ചന്ദ്രഗ്രഹണവും ഏപ്രിൽ 6-ാം തീയതി റമദാൻ 28 പകൽ സമയത്ത് സൂര്യഗ്രഹണവും സംഭവിച്ചതായി, ഇവ രണ്ടും ഖാദിയാനിൽ ദൃശ്യമായതായും മിസ്റ്റർ AK ഭട്നാനഗർ, അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൊസിഷണൽ ആസ്ട്രോണമി സെൻറ്റർ കൽക്കട്ടയിൽ നിന്ന് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവന കൂടി നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ആ സമയത്ത് തന്നെ ഇസ്ലാമിൻ്റെ പരിഷ്കരണത്തിന് വേണ്ടി മഹദി ഇമാം ഈ ലോകത്തേക്ക് വരികയും ആ മഹദി ഇമാമിൻ്റെ സത്യസാക്ഷ്യത്തിന് വേണ്ടി ആകാശം അദ്ദേഹത്തിന് വേണ്ടി സൂര്യചന്ദ്ര ഗ്രഹണം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായിട്ടുള്ള പ്രവചനം അദ്ദേഹത്തിന് വേണ്ടി പുലരുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം. 1894 സംഭവിച്ച ഈ സൂര്യചന്ദ്ര ഗ്രഹണത്തിന് ശേഷം 1895 റമദാനിൽ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ മാർച്ച് 11-നും മാർച്ച് 26-നും യഥാക്രമം വീണ്ടും സംഭവിക്കുകയുണ്ടായി എന്നുള്ളതും ദൈവത്തിൽ നിന്നുള്ള വലിയൊരു അടയാളം തന്നെയായിരുന്നു. ഈ ഗ്രഹണം ദൃശ്യമായത് പടിഞ്ഞാറേ അർദ്ധഗോളത്തിലാണ്. ഇത് ആ സമയത്ത് ഖാദിയാനിൽ ദൃശ്യമായില്ല. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ വീണ്ടും ഈ സൂര്യചന്ദ്രഗ്രഹണങ്ങൾ കാണുവാനും അങ്ങനെ കാലഘട്ടത്തിൽ ആവിർഭവിച്ച ഇമാം മഹദിയിൽ വിശ്വസിക്കുവാനും ആളുകൾക്ക് സൗഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് തികച്ചും ഇമാം മഹദിയുടെ സത്യസാക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ്. അത് പുലരുക തന്നെ, സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിധിയെഴുതിയിരുന്ന പണ്ഡിതന്മാർ, എന്നാൽ പിൽക്കാലത്ത് അവരുടെ അനുയായികളായിട്ടുള്ള ആളുകൾ ഇമാം മഹദിയുടെ ആഗമനം സംഭവിക്കുകയും 1894-ലും 95-ലും ഈ ഒരു പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇത് ലൊയീഫായിട്ടുള്ള ഹദീസാണ്, ഇത് കെട്ടിച്ചമച്ച ഹദീസാണ്, ഇതിന് യാതൊരു പ്രാമാണിക യോഗ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട്
തള്ളിക്കളയാൻ പോലും ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളത് നമ്മെ ദുഃഖിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. എന്നാൽ വീണ്ടും ഇമാം മഹദിയുടെ ആഗമനം അത് സമീപമാണെന്നും 2027 ഇത്തരത്തിലുള്ളൊരു സൂര്യചന്ദ്ര ഗ്രഹണം സംഭവിക്കുമെന്നും ഈ കാലഘട്ടത്തിൽ വീണ്ടും ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മൾ കാണുന്ന യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു സൗകര്യവും ഇല്ലാത്ത കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള ഒരു പ്രവചനം തൻ്റെ ഇമാം മഹദിയുടെ അടയാളമായി പറയുകയും അത് കൃത്യസമയത്ത് തന്നെ ഇമാം മഹദിയായി അള്ളാഹുവിൽ നിന്ന് നിയോഗിതനായ ആ മഹാത്മാവിന് വേണ്ടി ആകാശത്ത് ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൂര്യചന്ദ്ര ഗ്രഹണത്തെ സംബന്ധിച്ച് റമദാൻ 13 അസ്തമിച്ച രാത്രി ചന്ദ്രഗ്രഹണം, അതായത് മാർച്ച് 21, റമദാൻ 28 ഏപ്രിൽ സൂര്യഗ്രഹണവും സംഭവിച്ചു എന്ന് പറയുകയുണ്ടായി. ഇത് പഞ്ചാംഗങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടത് കൂടാതെ ഈ ഗ്രഹണത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ തന്നെ ആസാദ്, അതുപോലെ തന്നെ സിവിൽ ആൻഡ് മിലിറ്ററി ഗസറ്റ് മുതലായ പ്രമുഖ പത്രങ്ങളും വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഓപ്പോൾസറുടെ ഗ്രഹണത്തിൻ്റെ സാമാന്യ നിയമം എന്ന പുസ്തകത്തിൽ, അതായത് കാനൺ ഓഫ് എക്ലിപ്സ് ഓഫ് ഒപ്പോളിസർ എന്ന പുസ്തകത്തിലും 1894 പ്രസിദ്ധീകരിച്ച നാവിക പഞ്ചാംഗത്തിലും ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഇതിനെ സംബന്ധിച്ച് ഇത് പ്രബലപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ചരിത്ര താളുകളിൽ നമ്മളിത് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു സൂര്യചന്ദ്രഗ്രഹണം സംഭവിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ സമയത്ത് തന്നെ താൻ ദൈവനിയോഗിതനാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹം ലോകത്തോട് ഇത് വിളിച്ചു പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തികച്ചും അള്ളാഹുവിൻ്റെ പ്രവചനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ആ പ്രവചനം അത് തൻ്റെ മഹദിക്ക് വേണ്ടി, തൻ്റെ മഹദിയുടെ അടയാളത്തിന് വേണ്ടി അള്ളാഹു പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ആ മഹാത്മാവ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു പ്രവചനത്തെ സംബന്ധിച്ച് 1000 രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരം ഒരടയാളം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും തെളിയിച്ചു തരാൻ സാധ്യമാണോ എന്ന വെല്ലുവിളി നടത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി: സൂര്യസമാനം ഉജ്ജ്വല ശോഭയോടെ ഹദീസിലെ ഒരു സത്യം പുലർന്നിട്ടും അള്ളാഹുവിൻ്റെ തിരുദൂതരുടെ ഒരു ഹദീസ് പാടെ നിഷേധിക്കുവാൻ നിങ്ങൾക്ക് ഭയമില്ലേ? എനിക്ക് മുമ്പോ എൻ്റെ കാലത്തോ നിങ്ങൾക്ക് 20ഓളം ഇതുപോലെയുള്ള ഒരു അടയാളം പ്രകടമാക്കുവാൻ സാധ്യമാണോ? താൻ അള്ളാഹുവിൽ നിന്ന് നിയുക്തനായ ഒരു ആത്മീയ പരിഷ്കർത്താവാണെന്ന് വാദിക്കുകയും അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു റമദാനിൽ നിങ്ങൾ ദൃക്സാക്ഷിത്വം വഹിച്ചതുപോലെ സൂര്യഗ്രഹണം സംഭവിക്കുകയും ചെയ്യുമെന്നതിനെപ്പറ്റി ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ഈ അടയാളം നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ പറ്റുമായിരുന്നെങ്കിൽ 1000 രൂപ നിങ്ങൾക്കായി സമ്മാനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തെളിയിക്കുക, ഈ സമ്മാനം കൊണ്ടുപോവുക. ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങളും സാക്ഷികളാവുക. അള്ളാഹുവാണ് എല്ലാ സാക്ഷികളെക്കാളും ഉത്തമൻ. നിങ്ങൾക്കിത് തെളിയിക്കാൻ സാധ്യമല്ലെങ്കിൽ ഒരിക്കലും ഇത് തെളിയിക്കാൻ സാധ്യമല്ല. കുഴപ്പക്കാർക്ക് വേണ്ടി ഒരുക്കി വെച്ച കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നും രക്ഷ നേടുക. ആ മഹാത്മാവ് തൻ്റെ നൂറുൽ ഹക്ക് എന്ന ഗ്രന്ഥത്തിൻ്റെ 2ാം വാള്യത്തിലാണ് ഈ കാര്യം പറയുന്നത്. അള്ളാഹു നമുക്ക് ഏവർക്കും ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ മഹദിക്ക് വേണ്ടി പ്രവചനം ചെയ്ത ആ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ താൻ ദൈവനിയോഗിതനാണ് എന്ന് വാദമുന്നയിക്കുന്ന ആ മഹാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം തന്നരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജസാക്കുമുല്ലാ.